ഷിരൂരിൽ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തിരച്ചിൽ മൂന്നാം ദിവസവും തുടരുകയാണ്. ഗംഗാവലിപ്പുഴയിൽ നാവികസേന പരിശോധന നടത്തുന്നു. തിരച്ചിലിൽ അർജുന്റെ ട്രക്കിന്റേത് എന്ന് സംശയിക്കുന്ന കയറിന്റെ ഭാഗങ്ങൾ കണ്ടെത്തി. തിരച്ചിലിൽ ഒരു തോൾ ബാഗ് കൂടി ലഭിച്ചു. അതേസമയം ഷിരൂരിൽ 3 ദിവസത്തേക്ക് കനത്ത മഴ മുന്നറിയിപ്പുമുണ്ട്. എ കെ അഭിലാഷും ദീപക് മലമയുമുണ്ട്. ആദ്യം അഭിലാഷിലേക്ക്. അഭിലാഷ്, ഇപ്പോൾ ഒരു കയറിന്റെ ഭാഗം കിട്ടി. അത് അർജുന്റെ ലോറിയിൽ ഉണ്ടായിരുന്ന കയറാണ് എന്ന് എങ്ങനെയാണ് ഉറപ്പിക്കുന്നത്? നേരത്തെയും കയറിന്റെ ഭാഗങ്ങൾ കിട്ടിയിരുന്നല്ലോ. ഇപ്പോൾ ഏത് ഭാഗത്താണ് തിരച്ചിൽ? ദിശാബോധമോ ഏകോപനമോ ഇല്ലാതെ കഴിഞ്ഞ 3 ദിവസമായി തുടരുന്ന തെരച്ചിലൊടുവിൽ ഇന്ന് രാവിലെയാണ് നാവിക സംഘം ഇവിടേക്ക് എത്തുകയും അതോടൊപ്പം തന്നെ ഈ ഡ്രഡ്ജറിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്തത്. അതോടൊപ്പം തന്നെ അവർ നേരത്തെ കണ്ടെത്തിയിരുന്ന അവഗണിക്കപ്പെട്ട ആ പോയിന്റ്, അതായത് സ്ട്രോങ് പോയിന്റ് വിലയിരുത്തപ്പെടുന്ന 1-2 പോയിന്റുകളിലേക്ക് കേന്ദ്രീകരിച്ച് അവിടെ ഡ്രഡ്ജിംഗ് നടത്താൻ ഒരു നിർദ്ദേശം നാവികസേനയുടെ ഭാഗത്തും ഉണ്ടാവുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഈ ഡ്രഡ്ജിംഗ് യൂണിറ്റ് അങ്ങോട്ടെത്തിക്കുകയും അവിടെ പോയിന്റ് 1 കേന്ദ്രീകരിച്ചുള്ള ഒരു തെരച്ചിലിന് തുടക്കം കുറിക്കുകയും ചെയ്ത് ആദ്യഘട്ടത്തിൽ തന്നെ വളരെ നിർണായകമായ ചില കണ്ടെത്തലുകളാണ് ഉണ്ടായിരിക്കുന്നത്. അത് ആദ്യം ഈ അർജുൻ്റെ ട്രക്കിൻ്റെ ഭാഗങ്ങൾ, അതായത് കയറിൻ്റെ ഭാഗങ്ങൾ നേരത്തെ കണ്ടെത്തിയിരുന്നു. അതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് ഇപ്പോൾ അവിടെ നിന്ന് ലഭ്യമായിരിക്കുന്നത്. അത് ഒരുപാട് നീളത്തിലുള്ള ഭാഗങ്ങൾ അവിടെ നിന്ന് ലഭ്യമായിരിക്കുന്നു. അതോടൊപ്പം തന്നെ അവിടെ നിന്ന് ഒരു തോൾ സഞ്ചി കൂടി കിട്ടിയിരിക്കുന്നു. ഇത് അർജുൻ്റെ ട്രക്കിലേതാണോ എന്നുള്ള ഒരു സ്ഥിരീകരണം ഈ ഘട്ടത്തിൽ വരെ ഉണ്ടായിട്ടില്ല. പക്ഷേ അവിടെ നിർണായകമായ ചില സൂചനകൾ തന്നെയാണ് ലഭ്യമാവുന്നത്. ഏതാണ്ട് 10-15 മീറ്ററോളം നീളത്തിൽ ഇപ്പോൾ തന്നെ അവിടെ മണ്ണ് നീക്കി തെരച്ചിൽ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നാവികസേന പറയുന്നത് അവർ കണ്ടെത്തിയിരിക്കുന്ന ആ പോയിന്റിന്റെ ചുറ്റുവട്ടത്തുമായി ഏതാണ്ട് 30 മീറ്ററോളം ചുറ്റളവിൽ തെരച്ചിൽ നടത്തണം, മണ്ണു മാന്തി പരിശോധിക്കണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മണ്ണ് മാന്തി അവിടുന്ന് ഓരോ ബക്കറ്റിലെടുക്കുന്ന മണ്ണും കൃത്യമായി പരിശോധിച്ചതിന് ശേഷം മറുഭാഗത്തേക്ക് തള്ളിക്കൊണ്ടു പോകുന്നത്. ഏതായാലും വളരെ ശുഭസൂചനകൾ തന്നെയാണ് ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. കയറിന്റെ ഭാഗം കണ്ടെത്തിയിരിക്കുന്നു. ഇതിന്റെ ഭാഗം നേരത്തെ തന്നെ കണ്ടെത്തുകയും ഇത് അർജുൻ്റെ ട്രക്കിലെ കയർ തന്നെയാണെന്ന് മനാഫ് അടക്കമുള്ള ആളുകൾ സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു. അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണാം, ആ പച്ച തോണിയിലുള്ള ആളുകളാണ് ആ കയറിൻ്റെ ഭാഗം പുഴയിലെ അടിത്തട്ടിൽ നിന്ന് എടുത്തു മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അതിന് സമാനമായ രീതിയിൽ തന്നെ ഇപ്പോൾ ഡ്രഡ്ജർ യൂണിറ്റ് ഉപയോഗിച്ച് മണ്ണ് നീക്കുന്ന പ്രവർത്തികളും പുരോഗമിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ NDRFിൻ്റെ സംഘം പുഴയിൽ ഈ ഡ്രഡ്ജിംഗ് യൂണിറ്റൊപ്പം തന്നെ അവർക്ക് നിർദ്ദേശം നൽകിക്കൊണ്ട് അവിടെയുണ്ട്. നേരത്തെ നാവികസേനാംഗങ്ങൾ ഈ ഡ്രഡ്ജർ യൂണിറ്റിൻ്റെ ഭാഗമായി ഡ്രഡ്ജറിൽ തന്നെ ഉണ്ടായിരുന്നു. ഇവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകിയതിന് ശേഷം മാത്രമാണ് അവർ ഇപ്പോൾ മുകൾ ഭാഗത്തേക്ക് പോയത്. വിളിച്ചാൽ വീണ്ടും തിരിച്ചെത്താമെന്നുള്ള ഒരു കാര്യം കൂടി അവർ പറയുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഈ മേഖലയിൽ മഴ മുന്നറിയിപ്പുണ്ട് എന്നുള്ളതാണ്. അടുത്ത 2 ദിവസം ശക്തമായ മഴയുണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം ഒറ്റപ്പെട്ട മഴകൾ ശക്തമായി തന്നെ പെയ്തിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഏതാണ്ട് മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമാണ് ഉള്ളത് എന്നുള്ളതാണ് ഒരു ആശങ്കപ്പെടുന്ന ഒരു കാര്യം. അതായത് കഴിഞ്ഞ 2-3 ദിവസമായി അനുകൂലമായ ഒരു കാലാവസ്ഥയായിരുന്നുവെങ്കിൽ ഇപ്പോൾ കാലാവസ്ഥയുടെ സ്വഭാവം മാറുന്നു എന്നുള്ള ഒരു ആശങ്ക കൂടി വരുന്നു. അതായത് മൂടിക്കെട്ടിയ അന്തരീക്ഷം, അടുത്ത 2 ദിവസം കൂടി മഴ പെയ്യുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നു. ഏതായാലും പ്രതീക്ഷാ നിർഭരമായ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് ഡ്രഡ്ജിങ്ങുമായി ബന്ധപ്പെട്ട്. കാരണം അവിടെ 30 മീറ്റർ ചുറ്റളവിൽ അവിടെ മണ്ണ് മാറ്റിക്കൊണ്ട് തിരച്ചിൽ നടത്താനുള്ള നിർദ്ദേശം നാവികസേനയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ദ്രപാലനടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. 11 മണിയോടുകൂടി ഇവിടെ എത്തുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഫ്ലൈറ്റ് ലേറ്റായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും 1 മണിക്ക് മുമ്പായി തന്നെ അദ്ദേഹം ഇവിടേക്ക് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്ന മേഖലകൾ കോൺടാക്ട് പോയിന്റ് 1, 2, 3, 4 ആ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലിനെ പറ്റി എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടാവുക എന്ന് നമുക്കറിയില്ല. ഏതായാലും ഇന്ന് രാവിലെ കോൺടാക്ട് പോയിന്റ് 3 അതോടൊപ്പം തന്നെ കോൺടാക്ട് പോയിന്റ് 4 കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധന ആദ്യഘട്ടത്തിൽ നടത്തിയിരുന്നു. അതിനുശേഷമാണ് നാവിക സംഘം ഈ മേഖലയിലേക്ക് എത്തുകയും ഈ ഡ്രഡ്ജർ യൂണിറ്റ് മുകൾ ഭാഗത്തേക്ക് നീക്കി അവർ കണ്ടെത്തിയ മേഖലയിൽ തെരച്ചിൽ നടത്താനുള്ള ഒരു നിർദ്ദേശവും ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ തെരച്ചിൽ പുരോഗമിക്കുകയാണ്. കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്തുന്നു. ഒരുപക്ഷെ അർജുൻ്റെ ട്രക്കിലുള്ള ഭാഗങ്ങൾ തന്നെയായിരിക്കാം ആ തോൾ സഞ്ചി അടക്കമുള്ള ഭാഗങ്ങൾ. അതോടൊപ്പം തന്നെ അർജുൻ്റെ ട്രക്ക് നിർത്തിയിട്ടിരുന്ന അതിൻ്റെ താഴ്ഭാഗത്ത്, അതായത് ഈ ലക്ഷ്മണന്റെ ദാബയ്ക്ക് പിന്നാലെ ആ താഴ്ഭാഗത്ത് തന്നെയാണ് ഈ ഭാഗങ്ങളൊക്കെ കണ്ടെത്തിയിരിക്കുന്നത്.